അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകം. പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമാക്കിയതിൽ സന്തോഷമെന്ന് കുടുംബം. കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ അട്ടപ്പാടി മധു കൊലപാതക കേസിൽ പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തം തടവായി ഉയർത്തിയ കേരള ഹൈക്കോടതിയുടെ ചരിത്രപരമായ വിധിയിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് മധുവിൻ്റെ അമ്മ മല്ലിയും സഹോദരി സരസവും. മധു കേസിലെ അപ്പീലിൽ ഹൈക്കോടതി ശിക്ഷാവിധി പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ കോടതി പരിസരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അമ്മയും സഹോദരിയും. തങ്ങളെ പരമാവധി ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ വിധിയെന്ന് മധുവിൻ്റെ കുടുംബം പ്രതികരിച്ചു. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിടുമെന്ന് കരുതിയില്ലെന്നും കൂട്ടിച്ചേർത്തു. അക്കാര്യത്തിൽ അപ്പീൽ നൽകുമെന്നും മധുവിൻ്റെ കുടുംബം വ്യക്തമാക്കി. ഈ പോരാട്ടത്തിൽ എല്ലാവരും ഞങ്ങളെ സഹായിച്ചു. സർക്കാരും നിയമ സംവിധാനങ്ങളും കൂടെ നിന്നു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈശ്വരൻ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മുന്നോട്ടു പോകാൻ കഴിഞ്ഞത്, മധുവിൻ്റെ സഹോദരി പറഞ്ഞു. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതിയെയും ശിക്ഷിക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചതിൽ തങ്ങളോടൊപ്പം ഉറച്ചുനിന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി അവർ പറഞ്ഞു. മധു അനുഭവിച്ച ക്രൂരമായ വേദന മുഴുവൻ കേരളവും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം നിന്ന കേരള ജനതയോട് ഞങ്ങൾക്ക് എന്നും കടപ്പാടുണ്ടായിരിക്കും. കേരളത്തിൽ ഒട്ടും നടക്കാൻ പാടില്ലാത്ത ഒരു ദാരുണ സംഭവമാണ് അന്ന് അട്ടപ്പാടിയിൽ മധുവിൻ്റെ കാര്യത്തിലുണ്ടായത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തക്കതായ ശിക്ഷ തന്നെയാണ് ഹൈക്കോടതി പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും മധുവിൻ്റെ സഹോദരി സരസു തുറന്നു പറഞ്ഞു. തങ്ങൾ കേസ് നടത്താൻ അഭിഭാഷകർക്കൊന്നും പൈസ നൽകിയിട്ടില്ലെന്നും അവരെല്ലാം സൗജന്യമായാണ് തങ്ങളെ സഹായിച്ചതെന്നും അവർ നന്ദിയോടെ സ്മരിച്ചു. കേരളത്തിലെ വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളെല്ലാം തങ്ങൾക്ക് താങ്ങായി നിന്നെന്നും അവർ പറഞ്ഞു. 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി കുരുക്കൾ സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു എന്നിവരുടെ ശിക്ഷയാണ് വർദ്ധിപ്പിച്ചത്. 16-ാം പ്രതിയുടെ ശിക്ഷ 1 വർഷമാക്കി ദീർഘിപ്പിച്ചു.